നമസ്കാരം, ഞാൻ ശ്രീറാം, എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിലെ വഴിത്തിരിവുകൾ. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ പറയും, എടാ ഇത് പോയിന്റ് വഴിത്തിരിവാണ്, നീ സൂക്ഷിക്കണം, അടുത്ത വഴിത്തിരിവാണ് സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ മണിച്ചിത്രത്താഴിൽ കുതിരവട്ടം പപ്പ് പോകുമ്പോൾ വെള്ളം വെള്ളം എന്ന് പറയുന്ന പോലെയാണ് നാട്ടുകാർ വഴിത്തിരിവ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അവിടെ വഴിത്തിരിവാണോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ചുമ്മാ തുള്ളി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ആദ്യത്തെ വഴിത്തിരിവ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത എന്താ സംഭവം എന്നുള്ളതാണ്. എല്ലാവർക്കും ഊഹിക്കണ പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 സയൻസ് എടുക്കുക എന്നുള്ളതാണ് പ്രധാന വഴിത്തിരിവ്. എന്നെ സംബന്ധിച്ചിട്ട് അത് ഞാൻ മര്യാദയ്ക്ക് പോയ വഴിയായിരുന്നു. അതെടുത്തോടെ ഞാൻ വഴിതിരിഞ്ഞങ്ങ് പോയി. ഇപ്പോൾ എനിക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിലവർ ഭയങ്കര പ്രലോഭനങ്ങളായിട്ട് വരും. എടാ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ നിനക്ക് ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, തെങ്ങിക്കയറാം, ഓട്ടോ ഓടിക്കുക, അല്ലെങ്കിൽ സപ്ലി അടിച്ച് വീട്ടിലിരിക്കുക, എല്ലാം പറയും. ഞാൻ പറഞ്ഞു എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പോകില്ലെന്ന്. അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, എടാ +2 സയൻസ് എടുത്തിട്ട് നീ എഞ്ചിനീയറിംഗ് പോയാൽ സിനിമയെ കയറാന്നുള്ളത്. സോ ഐ ആം ദ ഫിലിം സ്റ്റാർ. അതുകൊണ്ട് ഞാൻ +2 സയൻസ് എടുത്തു. സയൻസ് എടുത്തു കഴിഞ്ഞാൽ +2 സയൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അംഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം നഗരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്യൂഷന് പോകുന്നതാണ്. അവർ ട്യൂഷനാണ് ഈ കട്ട് ഓഫ് മാർക്ക് 90% കട്ട് ഓഫ് മാർക്കില്ലാതെ അവർ എടുക്കത്തില്ല. എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയാത്ത പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇവർ നിൽക്കുവാണോ അത് ഇവരെ പഠിപ്പിക്കാനായിട്ട് ഈ പിള്ളേരെ വരുത്തുക എന്നുള്ളത്. എന്തിനാണ് 90% കട്ട് ഓഫ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പിന്നെ ഈ ട്യൂഷൻ്റെ ഏർപ്പാട് എനിക്ക് പിടികിട്ടിയിട്ടില്ല. കാരണം സ്കൂളും ഉണ്ട്, ട്യൂഷനും ഉണ്ട്. ഒരു ദിവസം ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ട് അന്ന് വൈകുന്നേരം 20-20 ക്രിക്കറ്റ് കളിക്കുന്ന അവസ്ഥയാണ് ഈ വൈകുന്നേരം രാവിലെ തൊട്ട് സ്കൂളിൽ ഇരുന്നിട്ട് വൈകുന്നേരം ഈ ട്യൂഷന് പോകുന്ന ഏർപ്പാട്. പക്ഷേ എനിക്ക് സിനിമാക്കാരനാവണം, അതുകൊണ്ട് ഞാൻ ട്യൂഷനും പോയി. എന്തായാലും 10ാം ക്ലാസ് വരെ കണ്ട സബ്ജക്റ്റുകളൊന്നുമല്ല, സബ്ജക്റ്റ് അത് തന്നെയാണെങ്കിലും സാധനങ്ങളൊന്നുമല്ല ഞാൻ +2 സയൻസിൽ കാണുന്നത്. എന്നെ കണക്കൂട്ടൽ തെറ്റിച്ചത് കണക്കാണ്. കാരണം എനിക്ക് കണക്കൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ അച്ഛൻ്റെ 3 ഇരട്ടി പ്രായമുണ്ട്, അപ്പൂപ്പനെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ പ്രായം എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഐ എം എ മാത്തമാറ്റിക് ജീനിയസ്. പക്ഷേ +1 സയൻസ് മാത്സ് തുടങ്ങിയപ്പോൾ തന്നെ എക്സാമ്പിൾ ഇടുന്നതാണ് fx = dx × dy. ശരി, കുഴപ്പമില്ല. fdx = dy/x². അതും എനിക്ക് കുഴപ്പമില്ല. അടുത്ത സ്റ്റെപ്പ് fx = dx/log എക്സ്പോണൻഷ്യൽ. ഈ പഠിപ്പിക്കുന്നത് കണക്കാണോ? എനിക്കത് ഫുള്ളും ഇംഗ്ലീഷായിട്ടാണ് തോന്നിയത്. എൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പോലും അത്രമാത്രം ഇംഗ്ലീഷ് ഞാൻ കണ്ടിട്ടില്ല ഈ കണക്ക് പുസ്തകത്തിലുള്ള പോലെ. പിന്നെയുള്ള ഫിസിക്സ് ആണ്. ഫിസിക്സിലും പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ പണ്ടത്തെ CID നസീർ സിനിമകളിലെ പോലെ മാർക്ക് അപ്പുറത്തും ഇപ്പുറത്തും വയ്ക്കണ പോലെ സെയിം കണ്ടന്റ് ആണ്, ഒരു മാറ്റമില്ല. സബ്ജക്റ്റിൻ്റെ ഹെഡിങ് മാത്രം മാറിയിട്ടുണ്ട്, കണക്ക്, മാത്സ്. ഇതിലൊന്നും രക്ഷയില്ലാത്തതുകൊണ്ട് എനിക്ക് ആ പെൻഡിങ് സബ്ജക്റ്റ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. എനിക്ക് ഇന്ദ്രപ്രസ്ഥത്തിലെ പോലെ ഇങ്ങനെ തല വെട്ടി മാറ്റി ഒട്ടിക്കുക, അല്ലെങ്കിൽ മറ്റേ സിഗ്നൽ സാറ്റലൈറ്റിൽ നിന്ന് അടിച്ചു മാറ്റുക തുടങ്ങിയ കലാപരിപാടികൾ ചെയ്യാൻ പറ്റുന്ന സന്തോഷത്തിൽ കൂടി ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ലാബിൽ കയറിയിരുന്നു. ലാബിൽ കയറി കമ്പ്യൂട്ടർ തുറന്നു, ഒരു നീല സ്ക്രീനാണ് തെളിഞ്ഞു വരുന്നത്. ഞാൻ വിചാരിച്ചു ആ നീല സ്ക്രീനിൽ ഏതെങ്കിലും സിനിമ ഓടിക്കുന്നുള്ളത്. പക്ഷേ ഓടിച്ചില്ല. വന്ന പുള്ളി ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു, #include conio.h, #include iostream.h. പിന്നെ കുറേ ബ്രാക്കറ്റും കുറേ ഇഫ് അടിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏതായിട്ട് സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ നമ്മൾ പിടിക്കുന്നുള്ളത്. പക്ഷേ പുള്ളി പറഞ്ഞു ഏതെങ്കിലും 2 നമ്പർ എൻട്രി ചെയ്യാൻ. ഞാൻ 2 എൻട്രി ചെയ്തു, 4 കിട്ടി, സന്തോഷം. 4 2 എൻട്രി ചെയ്തു, 6 കിട്ടിയില്ല, എററാണ് വന്നത്. അതോടുകൂടി എൻ്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നുള്ളൊരു സംഭവം തകർന്നുപോയി. പക്ഷേ അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മകൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവുമെന്ന് പറഞ്ഞിട്ട് 10-40,000 രൂപയ്ക്ക് വട്ടിപ്പരിശയ്ക്ക് കമ്പ്യൂട്ടർ എടുത്ത് വാങ്ങിച്ചു വെച്ചേക്കായിരുന്നു. എനിക്കൊരിക്കലും അവരോട് പറയാൻ പറ്റില്ല ഈ കുന്തത്തിൽ 2+2 അടിച്ചാൽ 4 മാത്രമേ വരുള്ളൂ എന്നുള്ളത്. എന്തായാലും അത്രയും വലിയ കമ്പ്യൂട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അതിനെ VCD പ്ലെയറാക്കി മാറ്റിയാണ് ഉണ്ടായത്. പിന്നെ ആ കമ്പ്യൂട്ടർ ഉണ്ട് എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ പൊതു VCD പ്ലെയറായി മാറിയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഓടിയ പടം സ്പൈഡർമാൻ ആണ്. ഈ സ്പൈഡർമാൻ കണ്ടുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പട്ടി അടിച്ചാൽ പോലും ഞാൻ ഡോബർമാനായി മാറുന്നുള്ള കുറേ കാലത്ത് എൻ്റെ സ്വപ്നമായിരുന്നത്. എന്തായാലും അത് നടന്നില്ല. +1 കഴിഞ്ഞു. എൻ്റെ ഏകദേശം ഭാവി എനിക്ക് തീരുമാനമായി. +2 എനിക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പോയിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ മ്യൂസിയത്തിലെ പ്രാവുകൾക്ക് കല്ലെറിയാൻ പോയി. പക്ഷേ അവിടെ എന്നെ ഒന്നിനും സമ്മതിക്കത്തില്ല. കാരണം ഒരു പണിയില്ലാതെ ചില പ്രണയിതാക്കൾ അവിടെ പ്രേമിക്കാൻ വന്നിരിക്കും. അവരെ പിടിക്കാനായിട്ട് മ്യൂസിയം പോലീസ് വരും. അവരെ പിടിച്ചോണ്ട് പോകുന്ന കൂട്ടത്തിൽ എന്നെയും പിടിച്ചോണ്ട് പോയി. പക്ഷേ അവിടുത്തെ SI വളരെ നല്ലവനായിരുന്നു. ഒരു +2 വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പ്രാവിനെ കല്ലെറിയാൻ മാത്രമേ പണിയുള്ളെന്ന് പുള്ളിക്ക് മനസ്സിലായി. അദ്ദേഹം എന്നെ മാണിക്യം എന്ന് വിളിച്ചു. മാണിക്യം എന്ന് അത് എന്നെ വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ പോയി കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മാണിക്യം എന്നല്ല, മാവച്ച് എന്തോ സാധനമാണ് പുള്ളി എന്നെ വിളിച്ചത്. എന്തായാലും +2 അവസാന പരീക്ഷയായി. ഞാൻ പരീക്ഷാ ഹാളിൽ കയറിയിരുന്നു. എന്തായാലും എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് പഠിക്കുന്ന പിള്ളേർ നിറയുണ്ടെന്ന് എനിക്കറിയാം. അവന്മാരെ നോക്കി എഴുതാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വിധി എൻ്റെ ക്രൂര കരാളങ്ങൾ കൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കി. അന്ന് സൂപ്പർവിഷൻ എന്ന സാറ് എൻ്റെ കണ്ണാടി കണ്ടിട്ട് ഞാനാണ് ഏറ്റവും ബുദ്ധിമാൻ ക്ലാസ്സിൽ, എൻ്റെ നോക്കിയാണ് പിള്ളേർ എഴുതാതിരിക്കണം എന്നുള്ള ഇതിൽ എന്നെ പിടിച്ച് ഫ്രണ്ടിലിരുത്തി. എനിക്ക് ആ മനുഷ്യനോട് പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് ബുദ്ധി കൂടുകയുണ്ട്, അത് കുറയ്ക്കാനല്ല ഈ മെക്കാനിസം വെച്ചേക്കണത്, എനിക്ക് കണ്ണ് കണ്ടുകൂടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സാമാന്യ മര്യാദയ്ക്ക് ഒന്നില്ലെങ്കിൽ പഠിക്കുന്ന ഒരുത്തിനെ എൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തണം, അല്ലെങ്കിൽ എന്നെ കൊണ്ടേ അവൻ്റെ അടുത്ത് ഇരുത്തണം. അതാണ് സാമാന്യ മര്യാദ. പക്ഷേ അങ്ങനെ എന്നെ ബെഞ്ചിൽ കൊണ്ടേ ഒറ്റയ്ക്ക് ഇരുത്തി. അവിടെ ഞാൻ ഇരുന്ന് പ്രമദവനം പാടി. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എൻട്രൻസ് പരീക്ഷയാണ്. അത് എഴുതിയവർക്കറിയാം, OMR ഷീറ്റാണ്, വെറുതെ കറുപ്പിച്ച് വെച്ചാൽ മതി. എന്തായാലും ഞാൻ പാമ്പും കോണിയിലെ പാമ്പാണ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചത്.
പക്ഷേ എൻ്റെ അടുത്തിരുവൻ അതിനകത്ത് തെയ്യമാണ് വരച്ചു വെച്ചത്. എന്തായാലും അവൻ ഒരു OMR രാജാ രവിവർമ്മയായിരുന്നു. എന്തായാലും റിസൾട്ട് വന്നു. എൻട്രൻസിൻ്റെ റാങ്ക് വന്നപ്പോൾ എൻ്റെ റാങ്ക് ഏകദേശം വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പറും അഖിലേന്ത്യ എൻട്രൻസിന് റേഷൻ കാർഡിലെ നമ്പറും കിട്ടി. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. +2ൻ്റെ മാർക്ക് ലിസ്റ്റ് എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിലും എഞ്ചിനീയറിംഗിന് സീറ്റ് ഉള്ളതെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കോവിലിനെക്കാട്ടും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ടടുത്ത തമിഴ്നാട്ടിലുണ്ട്. പേര് പോലും സെയിം ആയിരിക്കും. മുത്തുമാരിയമ്മൻ എഞ്ചിനീയറിംഗ് കോളേജ്, അമ്മങ്കോവിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ടെക്നോളജിയും കൂടെ അവർ ചേർക്കും. എന്തായാലും ഞാൻ ഇവിടെ ഒന്നും എഞ്ചിനീയറിംഗ് ചേർന്നില്ല. ഞാൻ സ്ട്രെയിറ്റ് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നു. അവിടെയല്ല ചെന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് ചെന്നത്. എൻ്റെ ഫ്രണ്ടിൽ കള്ളുകുപ്പി കൊണ്ട് നിർത്തി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കുള്ള വഴിത്തിരിവ് എന്താണെന്ന്. കാരണം വെറുതെ ഒരു മൂലയ്ക്ക് കഞ്ഞിയും കുടിച്ചുകൊണ്ടിരുന്ന എന്നെ +2ന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഈ കള്ള് ഷാപ്പിന് മുമ്പിൽ എത്തിച്ചതാണ് ശരിക്കുള്ള വഴിത്തിരിവ്. പക്ഷേ ഒരു കാര്യം പെൻഡിങ് ഉണ്ടായിരുന്നു. സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കയറുന്നുള്ളത്. എനിക്ക് സിനിമയായിട്ട് നല്ല ബന്ധമുണ്ടായി. കാരണം +2 താർന്നതോടുകൂടി വേറെ ജോലിയൊന്നും കിട്ടില്ല. എനിക്ക് സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കുന്ന ജോലി കിട്ടി. പക്ഷേ അവിടെയും ആ നല്ലവനായ SI വന്നു, ടിക്കറ്റ് ബ്ലാക്ക് വിറ്റേന് എന്നെ പിടിച്ചു. എന്നിട്ട് അങ്ങനെ വിളിച്ചു, മോനെ മാണിക്യം എന്ന്.